പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന LD ലെവൽ പരീക്ഷകൾ ചോദിച്ചിരിക്കുന്ന മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഈ ഒരു പരീക്ഷ പേപ്പറിൽ 55ാമത്തെ ചോദ്യം വരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന 56ാമത്തെ ചോദ്യമാണ്. ഇവിടെ കോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ടീച്ചർ എന്ന് പറയുന്നതിനെ ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത് WCDAKCU എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം സ്റ്റുഡൻറ്റിനെ കോഡ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ T എന്ന് പറയുന്നതും W എന്ന് പറയുന്നതും ഇംഗ്ലീഷ് അക്ഷരമാലയിൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ T കഴിഞ്ഞ് മൂന്നാമത് വരുന്ന ലെറ്റർ ആണ് ഏതെന്ന് പറയുന്നത് W എന്ന് പറയുന്നത്. T കഴിഞ്ഞ് മൂന്നാമത് വരുന്ന ലെറ്റർ ആണ് W എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ E എന്ന് പറയുന്ന ലെറ്ററും C എന്ന് പറയുന്ന ലെറ്ററും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയുടെ പിറകിൽ രണ്ടാമത് വരുന്ന ലെറ്റർ ആണ് ഏത് C എന്ന് പറയുന്ന ലെറ്റർ. അതേപോലെ തന്നെ എയും ഡിയും നോക്കിയാൽ എ കഴിഞ്ഞ് മൂന്നാമത് വരുന്ന ലെറ്റർ, സിയും എയും നോക്കിയാൽ സിൻ്റെ പിറകിൽ രണ്ടാമത് വരുന്ന ലെറ്റർ, എച്ചും കെയും നോക്കിയാൽ എച്ച് കഴിഞ്ഞ് മൂന്നാമത് വരുന്ന ലെറ്റർ, ഇയും സിയും നോക്കിയാൽ ഇൻ്റെ പിറകിൽ രണ്ടാമത് വരുന്ന ലെറ്റർ, ആറും യുവും കൂടി നോക്കുകയാണെങ്കിൽ ആറ് കഴിഞ്ഞ് മൂന്നാമത് വരുന്ന ലെറ്റർ. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു കോഡിംഗ് പാറ്റേൺ മനസ്സിലായി. +3 -2 +3 -2 +3 -2 +3 ആ ഒരു രീതിയിലാണ് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡിങ് മനസ്സിലായി കഴിഞ്ഞു. ഇനി സ്റ്റുഡൻറ്റ് അതുപോലെ നമ്മൾ ചെയ്യുകയാണ്. എസ് കഴിഞ്ഞ് മൂന്നാമത് വരുന്ന ലെറ്റർ ആവണം ആദ്യം നമ്മൾ കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എസ് കഴിഞ്ഞ് മൂന്നാമത് വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് വി ആണ്, നമുക്കറിയാം. PQRSTUV. അപ്പോൾ വി ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എയിലും ബിയിലും സിയിലും ഡിയിലും നമുക്ക് വി വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഒന്നും ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ടീൻ്റെ പിറകോട്ട് 2 ലെറ്ററാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ആറാണ് വരിക. VR വെച്ച് തുടങ്ങുന്ന ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയുമാണ് ഉള്ളത്. സിയിലും ഡിയിലും അങ്ങനെയല്ല. അപ്പോൾ ഈ സിയും അതുപോലെ തന്നെ ഡിയും നമുക്ക് അങ്ങോട്ട് ഡിലീറ്റ് ആക്കാം. ഇനി തൊട്ടടുത്ത് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്ന എക്സ് എന്നാണ്, ഇവിടെ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇനി അത് നോക്കണ്ട. അത് കഴിഞ്ഞാൽ വരുന്ന ജിയിലേക്ക് പോവുക, അതായത് സ്റ്റുഡൻറ്റിൽ ഡിയിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ പാറ്റേൺ എങ്ങനെയാണ്? +3 -2 +3 -2. അപ്പോൾ ഡീൻ്റെ പിറകോട്ട് 2 ലെറ്ററാണ് നമ്മളവിടെ നോക്കേണ്ടത്. അപ്പോൾ ഡീൻ്റെ പിറകോട്ട് എന്ന് പറയുമ്പോൾ ബി ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ഏതിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്? ഓപ്ഷൻ ബിയിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവൻ കോഡ് ചെയ്ത സമയം കളയരുത്, മറിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓപ്ഷനിൽ പോയി നോക്കുക, ഡിലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തി നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ 3⁻0.25 7⁻0.25 into 16⁻0.49 all divided by 21⁻0.25 into 16⁻0.24 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3⁻0.25 into 7⁻0.25 into 16⁻0.49 all divided by ഈ 21 നമുക്ക് 7 into 3 എന്ന് എഴുതാൻ പറ്റും. 7 into 3 all raised to 0.25 എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം A into B all raised to n എന്ന് പറഞ്ഞാൽ A raised to n B raised to n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 7 into 3 all raised to 0.25നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7⁻0.25 into 3⁻0.25 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ 3⁻0.25ഉം 3⁻0.25ഉം വെട്ടിപ്പോവും, ഇതും വെട്ടിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 21നെ 3 into 7 എന്ന് എഴുതിയത്. ഇനി ഇവിടെ അവശേഷിക്കുന്ന ഏതാണ്? 16⁻0.24 ആണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത് ഇത്രയും ഭാഗം മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് A⁻m ഡിവൈഡ് ബൈ A⁻n ആണെങ്കിൽ A⁻m-n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഭാഗത്തെ 16⁻0.49 - 0.24 എന്ന് എഴുതാൻ പറ്റും.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. 16⁻⁴⁹ മൈനസ് 0.25 എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 16⁻⁴ എന്നാണ് കിട്ടുക. ഈ 0.25 എന്ന് പറഞ്ഞാൽ എന്താ? 1/4 ആണ്. അതായത് 16⁻⁴ എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ പറയാൻ പറ്റും? 4th സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ? 2 × 2 × 2 × 2 ആണ് 16. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുക എന്താണ്? 2 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 2 വരുന്ന ഓപ്ഷനാണ് നമുക്ക് ഉത്തരമായിട്ട് എടുക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് 57ാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വെട്ടിച്ചുരുക്കി കൊണ്ട് പോയിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തുകയാണ് ഇങ്ങനെയുള്ള ചോദ്യത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു ചോദ്യത്തിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായി പഠിച്ചു വെക്കണം, ബേസിക് ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എങ്ങനെയെല്ലാമാണ് വെട്ടിച്ചുരുക്കാൻ പറ്റുക എളുപ്പത്തിലെന്ന് ചെയ്ത് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം, 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹത്തകിടിൽ നിന്നും 9 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എന്താണ്? സമചതുരം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഇവിടെ 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹത്തകിടുണ്ട്. അപ്പോൾ അതിൻ്റെ വശം എന്ന് പറയുന്നത് എത്രയാണ്? 45 ഇതിൽ നിന്ന് നമുക്ക് എന്താണ്? ഒരു ചെറിയ പീസ്, അതായത് 9 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുര തകിടുകൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 45 വശമായിട്ട് വരുന്ന സമചതുരമുണ്ടല്ലോ, 45 വശമായിട്ട് വരുന്ന സമചതുരമുണ്ടല്ലോ, അതിൻ്റെ വിസ്തീർണം ബൈ 9 വശമായിട്ട് വരുന്ന സമചതുരമുണ്ടല്ലോ, അതിൻ്റെ വിസ്തീർണം ചെയ്താൽ കിട്ടുന്നതാണ് അവിടെ നമുക്ക് കിട്ടുന്ന 9 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുര തകിടുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതായത് 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ആ ഒരു ലോഹത്തകിടിൻ്റെ ആകെ വിസ്തീർണം ഡിവൈഡഡ് ബൈ നമ്മൾ അതിൽ നിന്നും ഉണ്ടാക്കുന്ന 9 സെൻറ്റിമീറ്റർ വശമുള്ള ആ ചെറിയ സമചതുര തകിടിൻ്റെ വിസ്തീർണം കൊണ്ട് കുറച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം സമചതുരത്തിൻ്റെ ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണം a² ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 45ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 45 × 45 ഡിവൈഡഡ് ബൈ തൊട്ട് താഴെ ഡിനോമിനേറ്ററിൽ എന്താണ്? 9 × 9 എന്നാ വരിക. അതും സമചതുരമാണ്. നമുക്കറിയാം ഇത് 5 തവണ പോകും, ഇതും 5 തവണ പോകും. 5 × 5 25 ഉത്തരം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി ചെയ്യണം, ഇല്ലെങ്കിൽ സമയം വേസ്റ്റ് ആവും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 25 എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 59ാമത്തെ ചോദ്യമാണ്. 59ാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 12ൽ തുടങ്ങുന്ന സമയങ്ങളുടെ കോണളവ് കാണാൻ നമ്മൾ മിനിറ്റിനെ 11/2 കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മളത് പഠിച്ചിട്ടുണ്ട്. 12ൽ തുടങ്ങുന്ന സമയങ്ങളുടെ കോണളവ് കാണാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന മിനിറ്റ് ആയിട്ടുള്ള 20നെ നമ്മൾ 11/2 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 × 11 110. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ എന്താണ്? 12ൽ തുടങ്ങുന്ന ഒരു സമയം നമുക്ക് തരികയാണെങ്കിൽ അവിടെ കോണളവ് കാണാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? മിനിറ്റിനെ 11/2 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം ദിശയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരാൾ വീട്ടിൽ നിന്നും കിഴക്കോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ നമുക്ക് ഈ ചോദ്യം വായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരാൾ വീട്ടിൽ നിന്ന് കിഴക്കോട്ട് യാത്ര എന്നാണ് പറഞ്ഞത്. ഈ ഒരു ദിശയിൽ ആരംഭിച്ചിരിക്കുകയാണ്. പിന്നീട് വലത്തോട്ടും, അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ ആരോ നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ വലത്തോട്ട് എന്ന് പറയുമ്പോൾ താഴെ ദിശയിലാണ് അദ്ദേഹം ഇനി പോവേണ്ടത്.
അപ്പോൾ അദ്ദേഹം നിൽക്കുന്ന ആ ഒരു പൊസിഷൻ വെച്ചിട്ട് ഇപ്പോൾ വലത്ത് എന്ന് പറയുമ്പോൾ താഴോട്ടാണ് അദ്ദേഹം പോകേണ്ടത്. അപ്പോൾ വലത്തോട്ട് പോയി, അതിനെ തുടർന്ന് വീണ്ടും വലത്തോട്ട് പോയി. അപ്പം ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് അദ്ദേഹം പോകുന്നത്. ഏത് ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പടിഞ്ഞാറ് ദിക്കിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഈ മാത്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച 2024 പരീക്ഷയ്ക്ക് ചോദിച്ച 10 ചോദ്യങ്ങളും ഈ ഒരു ക്ലാസ്സും അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലൂടെയായിട്ട് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 ചോദ്യങ്ങളും ഇതിന് മുമ്പത്തെ ചോദ്യങ്ങളും നല്ല ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഇതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്ന LDC പരീക്ഷകളിലും പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. നമ്മളിവിടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട തുടർന്ന് ഈ ഒരു ചോദ്യപേപ്പറിൽ ചോദിച്ച ഒരു ചോദ്യം പരിചയപ്പെടുകയാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ലെറ്റ് us ഗോ ഫോർ എ മൂവി എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നമ്മൾ പഠിക്കാറുണ്ട് ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്, അതിൽ ആരംഭിക്കുന്ന ഒരു സജഷനുമായി ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസ് ആണെങ്കിൽ, ഇവിടെ തന്നിരിക്കുന്ന പോലുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ ടാഗ് വരുന്നത് ഷാൾ ബി എന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ് മീ, ലെറ്റ് ഹിം, ലെറ്റ് ദം, ലെറ്റ് ഹെയർ എന്നിങ്ങനെ നൽകിയിട്ട് റിക്വസ്റ്റുമായിട്ട് ഒരു വാക്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ വില്യു എന്ന് പറയുന്ന ടാഗാണ് കൊടുക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ലെറ്റിൽ ആരംഭിക്കുന്ന ഒരു സെൻറ്റൻസിൽ പ്ലീസ് എന്ന വാക്ക് ഉണ്ടെങ്കിൽ അവിടെ വില്യു ആയിരിക്കും എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് വരിക എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഷാൾ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. ഇവിടെ അങ്ങനെ ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, വില്യു എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. ഇനി ഐ വെന്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 62ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ സി ആണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഐ വെന്റ് ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ എന്നാണ് പറയേണ്ടത്. നമ്മൾ പഠിക്കാറുള്ളതാണ് റിവേഴ്സ്, കനാൽസ്, സീസ്, ഓഷ്യൻസ്, ഗൾഫ്, നാഷണൽ പാർക്ക്, ഹോളി ബുക്ക് തുടങ്ങിയവയുടെയൊക്കെ മുമ്പിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഇഡിയം ഫോർ ദ വേർഡ് അണ്ടർലൈൻ എന്നതാണ്. സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രേറ്റ് ആരോ എന്നാണ് ഇവിടെ നമ്മുടെ ഇഡിയം നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ആൻ ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ എന്നാണ് എ സ്ട്രേറ്റ് ആരോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രേറ്റ് ആരോ, ആ ഒരു സെൻറ്റൻസ് പ്രകാരം എ സ്ട്രേറ്റ് ആരോ എന്ന് പറയുന്ന ആ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് ആൻ ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ എന്നാണ് അർത്ഥമാക്കുന്നത്. ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ എന്നാണ് അർത്ഥമാക്കേണ്ടത്. പലപ്പോഴും ഇംഗ്ലീഷിലെ ചോദ്യപേപ്പറൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും, ഇഡിയംസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് പ്രീവിയസിൽ നിന്നാണ് വരിക. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് വീണ്ടും വരാൻ പോകുന്ന LDCയിലെ ഒരുപക്ഷെ ചോദ്യപേപ്പറിലേക്ക് കടന്നു വന്നേക്കാം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇഫ് യു വർക്ക് ഹാർഡ്, ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. യു വിൽ സക്സീഡ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ് എന്നതാണ് ഉത്തരം. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് സെൻറ്റൻസിൻ്റെ സബോർഡിനേറ്റ് ക്ലോസിൽ, അതായത് ഈഫിനെ തുടർന്ന് വരുന്ന അർത്ഥപൂർണ്ണമല്ലാത്ത വാക്യഭാഗമാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അവിടെ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 എന്ന രൂപത്തിലാണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നമ്മൾ പറയാറുള്ളതാണ് ഇഫ് യു സ്റ്റഡി വെൽ
യു വിൽ സക്സീഡ്. എപ്പോഴും പി എസ് സിക്ക് ചോദിക്കുന്നതാണ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്. അപ്പോൾ ഇവിടെ ഇത് എന്താണ്? ഈഫ്, അതിനുശേഷം സബ്ജക്റ്റ് V1, അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വിൽ പ്ലസ് V1, അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, ഫോക്സ് പാസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് 65ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. ആൻ എംബ്രാസിംഗ് ഓർ ടാക്റ്റ്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. വീണ്ടും ചോദിക്കാം. ആൻ എംബ്രാസിംഗ് ഓർ ടാക്റ്റ്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ എന്നതാണ് ഫോക്സ് പാസിൻ്റെ മീനിങ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നതാണ്. ഇതും പണ്ട് മുതലേ പി എസ് സി ചോദിക്കുന്ന ഒരു സ്പെല്ലിംഗ് ആണ്. നമ്മളിത് പഠിച്ചു വെക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കും. പൂർഷോ ഇത് നോക്കുക. ഇവിടെ നമ്മുടെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരിക. ഇത് നമ്മൾ പഠിക്കുന്നത് ബി അവർ ജിയോ ഈസ് എന്നാണ് ഇത് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ബി അവർ ജിയോ ഈസ് എന്നാണ് നമ്മളിത് പഠിച്ചു വെക്കുന്നത്. ഇത് പണ്ട് മുതലേ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രീവിയസ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുകൾ, പ്രീവിയസ് ആയിട്ടുള്ള ഇഡിയംസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ഉള്ളത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം വൊക്കാബുലറി എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. പക്ഷെ പി എസ് സി ചോദിക്കുന്ന വൊക്കാബുലറി എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് തന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മസ്റ്റ് ആണ് വരേണ്ടത്. നമ്മൾ പഠിക്കാറുള്ളതാണ് ആജ്ഞ, അപേക്ഷ, അനുവാദം, റിക്വസ്റ്റ്, കമാൻഡ്, പെർമിഷൻ എന്നിവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളിൽ അതിനനുസൃതമായി ക്യാൻ, ഷുഡ്, മസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കുന്നു. ഇവിടെ ആജ്ഞയ്ക്ക് അനുസൃതമായി ഉപയോഗിക്കണം എന്നതാണ്. അതായത് മോഡൽ ഓക്സിലറി വെർബായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മസ്റ്റ് ആണ്. അതായത് മസ്റ്റ് ഇവിടെ നിർബന്ധം സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്, ഒബ്ലിഗേഷൻ സൂചിപ്പിക്കാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ആ ഒരു നിർബന്ധം സൂചിപ്പിക്കാനായിട്ട് നമ്മളിവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് എടുത്തിരിക്കുന്നത്. ആജ്ഞ, അപേക്ഷ, അനുവാദം എന്നിവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളിൽ അതിനനുസൃതമായി ക്യാൻ, ഷുഡ്, മസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കുന്നു. ഇവിടെ ആജ്ഞയ്ക്ക് അനുസൃതമായി ഉപയോഗിക്കണം. മസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. കാരണം അത് നിർബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസൻറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാറുള്ളതാണ് ഓറ്, നോറ്, അതുപോലെ തന്നെ എയ്തർ ഓറ്, എയ്തർ ഓറ്, അതുപോലെ നെയ്തർ നോറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിവ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നെയ്തർ സാം നോർ റാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റാം എന്ന് പറയുന്ന രണ്ടാമത്തെ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് സിംഗുലാർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസൻറ്റ് എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരത്തിൽ ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ എ ആണ്. അത് എന്താണ്? പ്രസൻറ്റിലുള്ള കാര്യമാണ്. വാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്റ്റിലോട്ട് പോകും. അതുകൊണ്ട് ഇവിടെ നമുക്ക് നെയ്തർ സാം നോർ റാം ഈസ് പ്രസൻറ്റ് എന്നാണ് കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. രാഹുൽ സെഡ് ഐ ലിവ് ഇൻ ചെന്നൈ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് രാഹുൽ സെഡ് ദാറ്റ്
രാഹുൽ സെഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ ചെന്നൈ എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മുടെ രാഹുൽ സെഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ ചെന്നൈ, അതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V1 അങ്ങനെ വരികയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V2 എന്നാണ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്ക്, സബ്ജക്റ്റ് പ്ലസ് V1 എന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐ എന്നത് എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ലിവ് എന്നത് എന്താക്കി മാറ്റണം? V2 ആക്കി മാറ്റണം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എ മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സിനോനെയിം ഫോർ ദ വേർഡ് പ്രിപ്പോസ്റ്ററസ് എന്ന വാക്കിൻ്റെ സിനോനെയിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അട്ടർലി അബ്സേർഡ്, ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അട്ടർലി അബ്സേർഡ് എന്നതാണ് 70ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി മലയാള ചോദ്യങ്ങളിലേക്ക് വരാം. മലയാളത്തിൽ ഇവിടെ നൽകിയിരിക്കുന്നത് കുലം, കൂലം, ഇതിൻ്റെ ശരിയായ അർത്ഥജോഡി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. കുലം എന്ന് പറഞ്ഞാൽ വംശമാണ്, കൂലം എന്ന് പറഞ്ഞാൽ തീരമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. കുലം വംശം, കൂലം തീരം. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്തെന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം മരുമകൻ എന്നാണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. മരുമകനാട്ടോ, മരുമകൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക, ഓപ്ഷൻ ഡി. ഇനി അടുത്തത് ശരിയായ വാക്യം ഏത്? ഇവിടെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും എന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദമാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, വീണ്ടും ചോദിക്കാം. നിരാക്ഷേപ പത്രം എന്നതാണ് ഉത്തരമായിട്ട് വരിക. 74ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, നിരാക്ഷേമ പത്രം എന്നാണ് ഉത്തരം. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മതി എന്നുള്ള ഭാവമാണ്. അലംഭാവം മതി എന്നുള്ള ഭാവമാണ്. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്തെന്നാണ് ചോദ്യം. ആർദ്രം എന്ന ഈ ഒരു പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നനവുള്ള എന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ചൂടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തതേത് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വിണ്ണാർ എന്നതാണ് ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത്. ബാക്കി വരുന്ന കണ്ണീർ, തണ്ണീർ, വെണ്ണീർ ഒക്കെ എന്താണ് ആദേശസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഇതും PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഋഷികളെ സംബന്ധിച്ച ഇതിൻ്റെ ഒറ്റ പദം PSC പരീക്ഷയിൽ പണ്ട് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് 78ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം 78ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, ആർഷ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 79ാമത്തെ ചോദ്യം പരിപത്രം എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. പരിപത്രം എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? പരിപത്രം എന്നാണ്. ഇനി അടുത്തത് വൃത്തി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഇവിടെ ക്ഷയം എന്നാണ്. വൃത്തിക്ഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷും അതുപോലെ മലയാളവും നമ്മൾ ചോദ്യവും ഉത്തരവും പരിചയപ്പെടുത്തി. അതേപോലെ മാത്സുമായി ബന്ധപ്പെട്ടും നമ്മൾ പഠിച്ചു. അപ്പോൾ 80 ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷാ പേപ്പറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. തുടർന്നുള്ളത് ഇവരുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ LD ക്ക് ആവശ്യമായിട്ടുള്ള 80 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളവും ചോദ്യ ഉത്തര രൂപത്തിലാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഓരോ ചോദ്യങ്ങൾ നോക്കുക, എന്തുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം കിട്ടിയിരിക്കുന്നതെന്ന് അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിൽ മറ്റൊരു ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.